രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് കോഴ്സിൻ്റെ ഫീസ്. കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഒന്ന് ACCA എന്ന് പറയുന്ന ബോഡി കിടക്കുന്ന ഫീസ്. അത് ഏതൊക്കെ ഫീസ് ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ ആണ്, ഇതിനെക്കുറിച്ച് കുട്ടികൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. രണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്റർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കൊടുക്കേണ്ട ഫീസ്. ഓക്കെ, ACCAക്ക് കൊടുക്കേണ്ട ഫീസ് കൊടുക്കാതെ ഒരു കുട്ടിക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റില്ല. അപ്പം സ്വാഭാവികമായിട്ടും ആ ഫീസിന് എന്തില്ല, വെള്ളം ചേർക്കാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ ഫീസ് കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ കൊടുക്കണം, എപ്പോൾ കൊടുത്താൽ മതി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ശരിയാണോ തെറ്റാണോ എന്നെനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഒരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ലംസമായിട്ട് ഒന്നിച്ചൊരു ഫീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന കേസാണ്. ഈ ACCA എന്ന് പറയുന്ന കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ACCA ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. കാരണം അതിന് ഓരോ പേപ്പർ വെച്ചിട്ട് നമുക്ക് പരീക്ഷ എഴുതാം. വേണമെങ്കിൽ 2 പേപ്പർ വെച്ച് പരീക്ഷ എഴുതാം. വർഷത്തിൽ 3 തവണയായിട്ട് പരീക്ഷ എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കുട്ടിക്ക് എപ്പോഴാണോ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് വേണമെങ്കിൽ പോയി പരീക്ഷയുടെ ഫീസ് അടച്ച് എഴുതാം എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി. അങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കോഴ്സിന് ഈ കോഴ്സ് +2 കഴിഞ്ഞിട്ട് ഒരു കുട്ടി പഠിക്കാൻ പോവുകയാണെങ്കിൽ ഫസ്റ്റത്തെ ലെവല് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ കോഴ്സ് കംപ്ലീഷൻ വരെയുള്ള ഫീസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ അങ്ങനെ ലംസമായിട്ട് ഫീസ് കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷെ അതിനു മുമ്പ്